ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഞാനിത് രാവിലത്തെ കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലെ മീൻസ് ഒരു 10:30 സമയത്ത് കേട്ടോ. ഞാൻ എന്താണ് ഈ മുഖത്ത് തേക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതായത് നമ്മുടെ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയ സെറാണ് കേട്ടോ. ഭയങ്കര എഫക്റ്റീവാണ്. ഫ്രഷ് പീൽ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് സെറത്തിനൊക്കെ അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഇതിന് വല്ല ചിലവ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഞാനിത് റെഡി ആവാൻ വേണ്ടി ഉച്ചയ്ക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു സൺസ്ക്രീനാണ് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും അറിയത്തില്ല. എനിക്ക് പറ്റുന്ന രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ട്രൈ ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ സൺസ്ക്രീനാണ് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് മുന്നേയൊക്കെ കുറേ ആൾക്കാർ എന്തൊക്കെയോ വാരി മുഖത്ത് പൊത്തുന്നതാണ്. എനിക്കതൊന്നും അറിയത്തില്ല, പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ ഇതിലിടയ്ക്ക് റോസ് വാട്ടറൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ റോസ് വാട്ടർ അപ്ലൈ ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ പിന്നെ ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാട് പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ പുരികം. അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്യുക മീൻസ് അത് ആദ്യം ഒരു ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ടൊന്നൊരു ഷേപ്പിലാക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പുരികം എടുക്കാറുള്ളത്, ത്രെഡ് ചെയ്യാറുള്ളത്. നെൽമണി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുരികം ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചാനലിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വീട്ടിൽ നിന്നൊക്കെ നെൽമണി വെച്ചിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് പുരികം എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എന്താ പറയുക, ബ്യൂട്ടി പാർലർ പോയിട്ട് നമ്മുടെ കാശും ചിലവാക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഐലൈനർ കൊണ്ട് തന്നെ ഞാൻ ചൊട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണക്ക് എഴുതി പൊട്ടൊക്കെ കുത്തി കേട്ടോ. അതിനുശേഷം മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കാര. പിന്നെ ഇത് ലിപ്സ്റ്റിക്ക്, ഏതോ ഒരു ലിപ്സ്റ്റിക്കാണ് എടുത്തിടുന്നത്. എനിക്കങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും കാര്യമായിട്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ യൂസ് ചെയ്താൽ തന്നെ അത് കുറേ കഴിയുമ്പം അതിൻ്റെ ഒരു പാട് പോലും കാണത്തില്ല. വെറുതെ ഒന്ന് എടുത്തിട്ട് ബാഗിലേക്ക് ഇടും, എന്നാൽ യൂസൊന്നും ചെയ്യത്തില്ല. എന്നാൽ ഇത് ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്, പക്ഷേ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് ധനുഷ് ബേബിനെ പോകാൻ നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിക്കുക. ഇവിടെ എല്ലാ ഡ്രസ്സ് ഒരുക്കി വെച്ച് ഞാൻ തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്, ഞാൻ ഒരു ഡ്രസ്സ് എവിടെയെങ്കിലും പോകാൻ വേണ്ടി തേച്ച് വെക്കും, അയൺ ചെയ്ത് വെക്കും, എന്നിട്ട് ഇട്ടിട്ട് പോകുന്നത് വേറെ ഏതെങ്കിലും ഡ്രസ്സായിരിക്കും കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാൻ വേണ്ടി പറ്റും. ഞാൻ ആ സ്കേർട്ടും ഒരു ടോപ്പുമാണ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. നൈസായിട്ട് ഞാനിത് ഈ ഒരു ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്, ഈ ജാക്കറ്റും അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സും. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഉച്ച വരെ ഒരു സൈറ്റിൽ പോകാനുണ്ടായിട്ട് ആയിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് ലീവാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കണ്ണൂരും പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ചെറിയൊരു മെഷർമെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എത്തിയിട്ടാണുള്ളത്. ഇപ്പോൾ 2:30 ആ ഒരു സമയത്താണ് നമ്മൾ പുറപ്പെടുന്നത്. അപ്പം ഞാൻ കമ്മൽ ഇടാൻ വേണ്ടി മറന്നതല്ല ഗൈസ്. എൻ്റെ ചെറിയ കമ്മലൊക്കെ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ എന്താ പറയുക ഒന്ന് കാണുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ചെറുതൊക്കെ നമുക്ക് ഇന്ന് മേടിക്കണം. പിന്നെ എനിക്ക് വലിയ കമ്മൽ എന്തോ ഇടുമ്പോൾ ഇതിൻ്റെ കൂടെ എന്തോ ചേർച്ച തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ വണ്ടിയിൽ സോങ് പ്ലേ ചെയ്തതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് സ്പോട്ടിലുള്ള വോയിസ് ഒന്നും ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും എന്താ പറയുക, സോങ് പ്ലേ ചെയ്തിട്ട് പോകാനാണ് ഇഷ്ടം നമുക്ക്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ ഒഴക്രോത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ 5-ാം പീടിക എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ധനുഷ് ബേബിക്ക് ഇതുപോലെ പുഴയൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ ആ ഒരു ബസ്സും അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കാറും കൂടെ പോകുന്നുണ്ട്. രണ്ടിനും സെയിം നമ്പറാണ് കേട്ടോ, 4041 വരുന്ന നമ്പറാണ് രണ്ടിനും. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നില്ല കേട്ടോ, കറക്റ്റ് അത് കാണുന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയത് സൂര്യയിലേക്കാണ് കേട്ടോ. അവിടുന്ന് ജീൻസിൻ്റെ പാൻറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഇനി നമ്മളൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ സ്ഥലത്തു നിന്ന് ചെറിയ ആവശ്യങ്ങളാണ് കേട്ടോ. അപ്പം കണ്ണൂരിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റി അങ്ങനെ വാങ്ങിക്കണം നമുക്ക്.
അപ്പോൾ ഇനി നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. സ്റ്റുഡിയോയിൽ എന്താ പറയുക, ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീരാറുണ്ട്. എല്ലാത്തിൻ്റെയും സൈസാണ് മെയിനായിട്ട് പ്രശ്നം വരാറ്. സൈസ് ഇവിടെ കറക്റ്റ്. അപ്പോൾ അങ്ങനെ നല്ല തിരക്കൊന്നുമില്ല, അത്യാവശ്യം തിരക്കേ ഉണ്ടായിട്ടുള്ളൂ. ധൻഷ് ബേബി ഞാനും വന്നിട്ടുണ്ടായി. ഹസ്ബൻഡ് കയറിയിട്ടില്ല, കാരണം വണ്ടി അവിടെ പാർക്കിംഗ് ഫുള്ളായതുകൊണ്ട് തന്നെ പിന്നെ വണ്ടി സൈഡിൽ അവിടെ വെക്കുക ചെയ്തത്. അപ്പോൾ പോലീസ് അങ്ങനെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടി പിന്നെ വണ്ടിയിൽ ആൾ ഇരിക്കുക ചെയ്തത്. അങ്ങനെ നമ്മളിത് അപ്പൂസ് ഐസ്ബർഗിൻ്റെ അതിലൂടെ പോകുമ്പോൾ ഇവിടെ ഭയങ്കര നൊസ്റ്റുമാണ് ഗൈസ് നമുക്ക്. അപ്പോൾ നമ്മളിനി പിന്നെ ഫുട്പാത്തിൽ അതുപോലെ കുറച്ച് ഫാൻസി കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. ധൻഷ് ബേബീനെ വെച്ചിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത് വൻ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്കത് ഏതെടുക്കണം, എങ്ങനെ അത് ഭംഗിയുണ്ടാവും, അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടാവും. അപ്പം ഹസ്ബൻഡിൻ്റെ കൂടെ ആകുമ്പോൾ പുള്ളിക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കാലിക്കറ്റ് ഫ്രൂട്ട് സ്റ്റാളിലേക്കാണ് വന്നിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ജ്യൂസസ്. അപ്പോൾ ധൻഷു ബേബിയും ഞാൻ അധികം അവന് പുറത്തുനിന്നുള്ള ഫുഡ് കൊടുക്കലില്ല. പിന്നെ അവൻ വാശി പിടിച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നല്ല അങ്ങനെ ഒരു കാലാവസ്ഥയാണല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കാര്യമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യമുള്ള സാധനമായിരുന്നു, കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ മറക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിനോട് അടുത്തുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല പോലെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പൊക്കി പിടിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ